ഹേ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. ജസ്റ്റ് കഴിഞ്ഞ മാസം അതായത് ജൂൺ ലാസ്റ്റ് ഒക്കെ ആയപ്പോഴേക്കും ഒരു ന്യൂസ് വന്നതാണ്. നമ്മുടെ പുതിയ കൈഗർ അതായത് അപ്ഡേറ്റഡ് കൈഗർ ഓർ കൈഗറിൻ്റെ ഫേസ് ലിഫ്റ്റ് ഈ വരുന്ന ജൂലൈ 3 വരുന്നു എന്നുള്ളത്. അപ്പോൾ നമ്മളെല്ലാവരും ഇതിന് മുന്നേ കണ്ടിട്ടുള്ള ടെസ്റ്റിംഗ് വണ്ടി വേറൊരു വണ്ടിയും ഇപ്പോൾ ലോഞ്ച് ആയിരിക്കുന്നത്. എനിക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, കാരണം അവരിതുവരെ ടീസേഴ്സോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കാണിച്ചിട്ടില്ല. വളരെ റാൻഡമായിട്ടാണ് ഇതിൻ്റെ ഈ ഡേറ്റ് വന്നത്. ഇപ്പോൾ ഒരു വണ്ടി ഇറക്കിയിട്ടുണ്ട്. ആൻഡ് അതിൻ്റെ അകത്ത് ഡിഫറൻസ് എന്തൊക്കെയാണ്, പ്രൈസിങ് എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെയാണ് പുതിയ ഫീച്ചേഴ്സ് വന്നിരിക്കുന്ന വേരിയൻസ്, എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഡിസൈനിൽ എന്തൊക്കെ വ്യത്യാസമുണ്ട് എന്ന് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് വലിയ വ്യത്യാസമൊന്നും ഇല്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഡയമെൻഷൻസിൻ്റെ കാര്യത്തിലും പ്രത്യേകിച്ച് വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. അതിൻ്റെ ഫ്രണ്ട് ഡിസൈനൊക്കെ എക്സാക്ട്ലി സെയിം ആണ്. നമുക്കിപ്പോഴും DRLs കിട്ടുന്നുണ്ട് ഈ സെഗ്മെൻറ്റ്. അതായത് ഓൾട്ടോക്കേറ്റൻ മാത്രമേ ഇപ്പോൾ കോമ്പറ്റീഷൻ ഉള്ളൂ. പണ്ട് ചെറിയ ഒരുപാട് വണ്ടികളുണ്ടായിരുന്നു, ഇപ്പോൾ എല്ലാം നിർത്തിപ്പോയി. എന്തായാലും DRLs, ഹാലജൻ ഹെഡ്ലൈറ്റ്സ് അതൊക്കെയാണ്. ഫ്രണ്ടിലത്തെ ബമ്പർ സാധനങ്ങളൊക്കെ സെയിം ഡിസൈനാണ്. വ്യത്യാസം വന്നിരിക്കുന്നത് നമുക്ക് പുതിയ റെനോൾഡ് ലോഗോ ഒരു ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. നമ്മുടെ ഡസ്റ്ററിലും അതുപോലെ ഈ അടുത്ത് വന്ന നമ്മുടെ ഫേസ് ലിഫ്റ്റ്, ട്രൈബർ, കൈഗർ എല്ലാത്തിലും ഈ പുതിയ ലോഗോ ആയിരുന്നു കൊടുത്തിരുന്നത്. ആക്ച്വലി അത് മാത്രമേ ഉള്ളൂ. ബമ്പറിൻ്റെ ഡിസൈനും സാധനങ്ങളൊക്കെ എടുക്കണേ ഫോഗ് ലാംപ്സ് ഒന്നും ഇല്ല, പക്ഷേ ബാക്കി ആ സാധനങ്ങളൊക്കെ നേരത്തെ ഉണ്ടായിരുന്ന അതേ വണ്ടിയുടെ സെയിം സാധനം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി സൈഡ് പ്രൊഫൈൽ എടുക്കുകയാണെങ്കിലും കാര്യമായിട്ടുള്ള ചേഞ്ചസ് ഒന്നുമില്ല. ഓവർവ്യൂംസ് ഒക്കെ നമുക്ക് ബോഡി കളറായിട്ട് കിട്ടും. പക്ഷേ ഡോർ ഹാൻഡിൽസ് ഇപ്പോഴും ബ്ലാക്ക് ആണ്. താഴത്തെ ഒരു ചെറിയ ക്ലാഡിങ് അവർ കൊടുത്തിട്ടുണ്ട് ഡോറിൻ്റെ. പിന്നെ മൊത്തത്തിൽ ഈ വീലാർ സ്ട്രൈഡിംഗ് ഒക്കെ വണ്ടിയിൽ ചെറിയൊരു SUV പോലത്തെ ലുക്ക് കൊടുക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. 185mm ഗ്രൗണ്ട് ക്ലിയറൻസ് ഈ വാഹനത്തിന് പണ്ട് പോലെ ഉണ്ട്. അതിൻ്റെ ഒരു വലിയ ഹൈലൈറ്റ് ആയിട്ടാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. ബാക്കി സൈഡിൽ വേറെ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. റൂഫ് റെയിൽസ് ഉണ്ട്, പിന്നെ റൂഫ് വരുന്നതും ബ്ലാക്ക് ഫിനിഷ് ആണ്. പിന്നെ ചേഞ്ച് വന്നിരിക്കുന്നത് എൻ്റെ വീൽസിൻ്റെ കാര്യത്തിലാണ്. ഇത് കാണുമ്പം ചെറിയൊരു അലോയ് പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. എന്തായാലും സാധനം 14-inch വീൽസ് ആണ്. അത് അത്യാവശ്യം കൊള്ളാം. പിന്നെ ഇതിൻ്റെ ഈ വീൽസ് വരുന്നത് ഇത് അലോയ്സ് അല്ല, അതിന് പകരം ഒരു സ്റ്റൈലൈസ്ഡ് ആയിട്ടുള്ള സ്റ്റീൽ വീൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. അത് കാരണം നമുക്കിപ്പോൾ ഈ ഓൾട്ടോക്കേറ്റനൊക്കെ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് നോർമൽ വീൽ ക്യാപ്പുള്ള സ്റ്റീൽ വീൽസ് ആണ് വരുന്നത്. അങ്ങനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നമുക്ക് ഉറപ്പായിട്ടും പറയാം. പക്ഷേ ക്വിഡിൽ കുറേ കാലമായിട്ട് ഇങ്ങനത്തെ വീൽസ് ഒക്കെ തന്നെയായിരുന്നു. ഇതിപ്പോൾ ഡിസൈനും ചെറുതായിട്ട് മാറ്റിയെന്നുള്ളൂ. റിയർ ഡിസൈൻ എടുക്കുകയാണെങ്കിൽ ഒരു വ്യത്യാസമില്ല. നമുക്കിപ്പോഴും ഈ വാഹനത്തിൽ സെയിം LED ടെയിൽ ലാംപ്സ്. അതിൻ്റെ അകത്തെ ചെറിയ ഹൗസിങ്ങിന് ചെറിയൊരു വ്യത്യാസമാണെന്ന് വേണമെങ്കിൽ പറയാം, അത്രേ ഉള്ളൂ. പിന്നെ ക്വിഡിൻ്റെ ഒരു ഫോണ്ട് ചെറുതായിട്ട് മാറ്റിയിട്ടുണ്ട്. ബാക്കി നമ്മുടെ ബമ്പറിൻ്റെ ഡിസൈൻ ആയിക്കോട്ടെ, റിഫ്ലക്റ്റേഴ്സിൻ്റെ പ്ലേസ്മെൻറ്റ് എല്ലാ സാധനങ്ങളും എക്സാക്ട്ലി സെയിം ആണ്. ഒരു ചേഞ്ച് വന്നിരിക്കുന്ന ഫ്രണ്ടിൽ കണ്ട സെയിം പുതിയ ലോഗോ റെനോയുടെ ഇവിടെ നമുക്ക് ബാക്കിലും കിട്ടിയിട്ടുണ്ട്. പിന്നെ ആ ലോഗോയുടെ നടുവിൽ തന്നെയായിട്ടാണ് അവർ ക്യാമറയും കൊടുത്തിരിക്കുന്നത്. ഈ സെഗ്മെൻറ്റിൽ ക്യാമറയുള്ളൊരു വണ്ടിയും ഇത് മാത്രമേ ഉള്ളൂ. അഗെയിൻ ഇതും കുറച്ച് കാലമായിട്ട് അവർ ഈ വണ്ടിയിൽ കൊടുക്കുന്നൊരു ഫീച്ചർ തന്നെയാണ്. എക്സ്റ്റീരിയർ കഴിഞ്ഞ് ഇനി നമുക്ക് ഇൻറ്റീരിയറിലോട്ട് വരാം. ഇവിടെ എന്തൊക്കെ ചേഞ്ചസ് വന്നിട്ടുണ്ട് എന്ന് നോക്കാം. സോ സ്റ്റിയറിംഗ് വീലും ഡാഷ്ബോർഡിലോട്ടും സാധനങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ അഗെയിൻ പുറത്ത് പറഞ്ഞ പോലെ തന്നെ എക്സാക്ട്ലി സെയിം ആണ്. പ്രത്യേകിച്ച് ഒരു വ്യത്യാസം അവർ ഈ വാഹനത്തിൽ കൊടുത്തിട്ടില്ല. ആകെപ്പാടൊരു ചേഞ്ച് പറയാൻ പറ്റുന്നതിൻ്റെ സ്റ്റിയറിംഗ് വീലിൽ വന്നിരിക്കുന്ന പുതിയ ലോഗോ ആണ്. ഈ സ്റ്റിയറിംഗ് വീല് ഈ വണ്ടിയിൽ ഈ സെയിം ഡിസൈൻ എപ്പോഴാണ് വന്നതെന്ന് എനിക്കറിയില്ല. കുറച്ച് വ്യത്യാസമുള്ളൊരു ഡിസൈൻ ആയിരുന്നു. ഇപ്പോൾ എന്തായാലും നമുക്ക് ഡ്രൈവർ, കൈഗർ അതിൻ്റെയൊക്കെ പുതിയ അപ്ഡേറ്റഡ് മോഡൽ കിട്ടുന്ന അതേ സ്റ്റിയറിംഗ് തന്നെയാണ് ഇതിൻ്റെ അകത്തും വരുന്നത്. സ്റ്റിയറിംഗ് മോഡ് കൺട്രോൾസ് ഉണ്ട്, പക്ഷേ ക്രൂസ് കൺട്രോൾ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഡെഫിനറ്റ്ലി ഈ വണ്ടിയിലില്ല. പിന്നെ ലെതർ റാപ്ഡ് സ്റ്റിയറിംഗ് ഒന്നല്ല വരുന്നത്, നോർമൽ സ്റ്റിയറിംഗ് ആണ്. അതിൽ നമുക്ക് കുറ്റം പറയാനും പറ്റില്ല ഈ വണ്ടി ഈ സെഗ്മെൻറ്റ് ആയതുകൊണ്ട്. പിന്നെ മിറേഴ്സ് നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആണ്. അതുപോലെ ഫ്രണ്ടിലും ബാക്കിലുമായിട്ട് ഈ വണ്ടിയിൽ ടോട്ടൽ 4 പവർ വിൻഡോസ് വരുന്നുണ്ട്. അതും ഈ സെഗ്മെൻറ്റ് ഇപ്പോൾ കേട്ടനൊക്കെ എടുക്കുകയാണെങ്കിൽ ബാക്കിൽ പവർ വിൻഡോസ് വണ്ടിയിൽ ഇപ്പോഴും വരുന്നില്ല. എനിവേ ഇതിൻ്റെ നമ്മുടെ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ സാധനങ്ങളൊക്കെ സെയിം ഡിസൈനാണ്. ഇൻഫർടൈൻ സിസ്റ്റം ആണെങ്കിലും നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന 8 inches സെയിം യൂണിറ്റ് തന്നെയാണ് ഇപ്പോഴും കിട്ടുന്നത്. ഇതിനകത്ത് പക്ഷേ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാപ്പിലുള്ള സാധനങ്ങൾ അവൈലബിൾ ആണ്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ താഴത്തേക്ക് വരികയാണെങ്കിൽ മാനുവൽ AC ബാക്കി സാധനങ്ങൾ, അതായത് ബേസിക് ഫീച്ചേഴ്സ് ഒക്കെ തന്നെ ഇതിനകത്ത് വരുന്നുണ്ട്. സെൻറ്റർ കൺസോൾ ഡിസൈൻ നിങ്ങൾക്ക് ജസ്റ്റ് കാണാം. നമുക്ക് മാനുവലും അതുപോലെ മറ്റേ റോട്ടറി നോബ് പോലെയുള്ള AMT ഗിയർ ബോക്സിൻ്റെ അകത്ത് കിട്ടുന്നുണ്ട്. ഈ മാനുവൽ വണ്ടിയുടെ റിവേഴ്സ് എപ്പോൾ തൊട്ടാണ് ഈ പൊസിഷൻ മാറിയെന്ന് എനിക്ക് ഓർമ്മയില്ല. ഇത് പൊതുവെ ആൾക്കാരൊന്നും ഈ വണ്ടി അധികം ശ്രദ്ധിക്കാത്തതുകൊണ്ട് ഇങ്ങനത്തെ ചെറിയ മാറ്റങ്ങൾ എപ്പോൾ വരുന്നു എന്നുള്ളതും ആരും ശ്രദ്ധിക്കാറില്ല. എന്തായാലും സീറ്റ്സിൻ്റെ ഡിസൈനൊക്കെ നമുക്ക് ഈ ഒരു കളർ കോമ്പിനേഷനാണ് വരുന്നത്. ബ്ലാക്കും അതുപോലെ മഞ്ഞ ഇൻസേർട്ട്സ് ഒക്കെയാണ് ക്ലൈംബർ മോഡലിൽ അവർ കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ പേഴ്സണൽ ടേസ്റ്റ് അനുസരിച്ചിരിക്കും. ഫ്രണ്ടിൽ ആംറസ്റ്റില്ല, ബാക്കിൽ ആംറസ്റ്റില്ല, അങ്ങനെ സാധനങ്ങളൊന്നുമില്ല. അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റുകൾ നമുക്ക് ഫ്രണ്ടിലും ബാക്കിലൊന്നും വരുന്നില്ല. ബഡ്ജറ്റ് സെഗ്മെൻറ്റിലുള്ള വണ്ടിയാണ്, അതുകൊണ്ട് അങ്ങനത്തെ സാധനങ്ങൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യരുത്. ബാക്കിൽ ഏതായാലും 3-point സീറ്റ് ബെൽറ്റ്സ് നമുക്ക് 3 ഇപ്പോൾ കിട്ടുന്നുണ്ട്. അത് കൊള്ളാം. അതിപ്പം കമ്പൽസറി ആണെന്ന് തോന്നുന്നു, അതുകൊണ്ടായിരിക്കണം. പിന്നെ നിങ്ങൾക്ക് ജസ്റ്റ് ഡോർ പാഡ്സിൻ്റെ ഡിസൈൻ കാണാം. ബാക്കിലും ഫ്രണ്ടിൽ ഇതുപോലെ വളരെ പ്ലെയിൻ ആയിട്ടുള്ള ഡോർ ഹാൻഡിൽസും അതുപോലെ നമ്മുടെ ഡോർ പാഡ് ഫിനിഷൊക്കെയാണ് വരുന്നത്. എല്ലാം ഫുള്ളി പ്ലാസ്റ്റിക് ആണ്. ചെറിയൊരു ക്രോം ഗാർണിഷ് പോലെ അവർ ഡോർ ഹാൻഡിൽസിൽ കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ പവർ വിൻഡോ നമുക്ക് ഈ ഒരു സെയിം പാനലായിട്ട് തന്നെയാണ് വരുന്നത്. നമ്മുടെ ഡോറിൽ തന്നെ ഫ്രണ്ടിലാണെങ്കിൽ സെൻറ്റർ കൺസോളായിട്ടാണ് അവരിത് കൊടുത്തിരിക്കുന്നത്. സോ ഇതൊക്കെയാണ് ഇതിൻ്റെ ഇൻറ്റീരിയറിൽ പറയാൻ പറ്റുന്ന കാര്യങ്ങൾ. നമുക്ക് എക്സ്ട്രാ ഒരു ഫീച്ചറായിട്ട് പറയാൻ പറ്റുന്ന ആക്ച്വലി 6 എയർ ബാഗ്സ് ആണ്. ഈ വണ്ടിയിൽ നേരത്തെ 2 എയർ ബാഗ് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴും ഇതിൻ്റെ എവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി 2 വേരിയൻസ് ഇപ്പോൾ ഈ വണ്ടിയിൽ വരുന്നുള്ളൂ, എവല്യൂഷനും അതുപോലെ ക്ലൈംബറും.
ക്ലൈംബർ മോഡൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് 6 എയർ ബാഗ്സ് കിട്ടുന്നുണ്ട്. എവല്യൂഷൻ ആണെങ്കിൽ ഇപ്പോഴും 2 എയർ ബാഗ്സ് മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ. ഇനി എഞ്ചിൻ ഓപ്ഷൻസിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന സെയിം 1 ലിറ്റർ 3 സിലിണ്ടർ എണ്ണ പെട്രോൾ എഞ്ചിൻ തന്നെയാണ് ഈ വണ്ടിയിൽ കിട്ടുന്നത്. 67 bhp എടുത്ത പവറും അതുപോലെ 92.5 ന്യൂട്ടൺ മീറ്റേഴ്സിന് ടോർക്കുമാണ് ജനറേറ്റ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ 5 സ്പീഡ് മാനുവലും അതുപോലെ 5 സ്പീഡ് AMT ഗിയർ ബോക്സാണ് ഈ വാഹനത്തിൽ വരുന്നത്. ആൻഡ് എഞ്ചിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഡ്രൈവറിലും കൈഗറിലും ഒക്കെ ഈ സെയിം എണ്ണ എഞ്ചിൻ കിട്ടുന്നുണ്ട്. എനർജി സീരീസിലുള്ള എഞ്ചിനാണ്. പക്ഷേ ക്വിഡിൽ ഇതിൻ്റെ ട്യൂണിങ് കുറച്ച് വ്യത്യാസമുണ്ട്. മറ്റേ വണ്ടികളൊക്കെ പറഞ്ഞതിൽ 72 bhpയും അതുപോലെ 96 Nm ടോർക്കുമാണ് വരുന്നത്. ഇതിനകത്ത് ഇത്തിരിയും കൂടെ ഒരു ട്യൂൺ, അതായത് പവർ കുറച്ചൊരു വേരിയൻ്റിലായിട്ടാണ് അവർ കൊടുത്തിരിക്കുന്നത്. ഒരു പ്രശ്നമാണെന്ന് ചോദിച്ചാൽ അല്ല, കാരണം ഇത് പറഞ്ഞ 2 വണ്ടികളെക്കാൾ സിഗ്നിഫിക്കൻ്റ് ലൈറ്ററാണ്. പിന്നെ ഡ്രൈവർ 7 സീറ്റർ വണ്ടിയാണ്. അതിൻ്റെ അകത്ത് അപ്പോൾ ടർബോ പെട്രോളും നമുക്ക് ഇതുവരെ അവർ കൊടുത്തിട്ടില്ല. ഈ സെയിം എഞ്ചിൻ വെച്ച് 7 പേരെ കൊണ്ട് ആ വണ്ടിക്ക് വലിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ക്വിഡിൻ്റെ ഒരു കാറ്റഗറി വെച്ച് നോക്കുമ്പോൾ ഈ എഞ്ചിൻ അത്യാവശ്യം നല്ലതാണ്. പണ്ട് ഇതിൻ്റെ അകത്ത് 800 cc ഉണ്ടായിരുന്നു. അത് പിന്നെ ഓൾട്ടോയിലും അതുപോലെ ക്വിഡിൽ ഈ ചെറിയ കപ്പാസിറ്റി 800 cc എഞ്ചിൻസും അതുപോലെ ചെറിയ വണ്ടികൾ തന്നെ ഇപ്പോൾ മാനുഷ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ ഇത് രണ്ടുമെങ്കിലും ഉണ്ടല്ലോ എന്ന് നമുക്ക് പറയാം. ഇനി ഇത്രയൊക്കെ കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞ സ്ഥിതിക്ക് നമുക്കിനി ഇതിൻ്റെ പ്രൈസ് എത്രയാണ്, അതുപോലെ ഫീച്ചേഴ്സൊക്കെ ഇപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാം എന്തൊക്കെയുണ്ട് എന്നുള്ളത്. എന്തായാലും നമുക്ക് മെയിനായിട്ട് ഇതിൻ്റെ പ്രൈസിലേക്ക് വരാം. ഞാൻ നേരത്തെ പറഞ്ഞാൽ 2 വേരിയൻസ് വരുന്നുള്ളൂ. അവർ ഇപ്രാവശ്യം ഈ വണ്ടി കുറച്ചും കൂടെ ആൾക്കാരിലേക്ക് എത്തിക്കുക, അതായത് ഒരു ആസ്പിറേഷണൽ വാല്യൂ ഉള്ള പ്രൊഡക്റ്റ് ആക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ജസ്റ്റ് 2 വേരിയൻസ് മാത്രം കൊടുത്തിരിക്കുന്നതെന്ന് റെനോ പറയുന്നു. അല്ലെങ്കിൽ ഇതിന് പണ്ട് ബേസിക് വേരിയൻസ് ഒക്കെ ഉണ്ടായിരുന്നായിരുന്നു. പിന്നെ ഈ ചെറിയ സെഗ്മെൻറ്റിലുള്ള വണ്ടികൾ ബേസ് വേരിയൻ എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ സ്റ്റാൻഡേർഡ് മോഡൽ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് AC ഇല്ല, അങ്ങനത്തെ ഒരു സാധനങ്ങൾ ഉണ്ടാവാറില്ല, പവർ സ്റ്റിയറിംഗ് അതൊക്കെ. ഇപ്പോൾ എന്തായാലും അത്രയും ഒരു കഷ്ടപ്പെട്ട അവസ്ഥയിലല്ല. നമുക്ക് ഓട്ടോ കേട്ടനിലൊക്കെ ഇപ്പോഴും സ്റ്റാൻഡേർഡ് വേരിയൻറ്റ് വരുന്നുണ്ട്, ഈ പറഞ്ഞ സാധനങ്ങളൊന്നും ഇല്ലാണ്ട്. പക്ഷേ എന്നാലും പ്രൈസ് ഇപ്പോൾ കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ പോലും 1 ലക്ഷം രൂപയ്ക്ക് കുറയ്ക്കാൻ പറ്റുള്ളൂ. അതും ഇപ്പോൾ നമ്മുടെ BS6 എമിഷൻസ് സാധനങ്ങളെല്ലാം വന്നുകൊണ്ട് ഇതിൻ്റെയൊക്കെ പ്രൈസും കമ്പാരിറ്റീവ്ലി കുറച്ച് പണ്ടത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കൂടിയിട്ടുണ്ട്. അതായത് ഇതിൻ്റെ തൊട്ടും പ്രീ അപ്ഡേറ്റ് മോഡലല്ല, അല്ലാതെ ഞാൻ ജസ്റ്റ് പറഞ്ഞാൽ നമ്മളൊരു 5 വർഷം മുന്നേ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ വണ്ടികൾക്ക് കുറച്ചും കൂടെ ചീപ്പായിട്ട്, അതായത് അഫോർഡബിൾ ആയിട്ട് കിട്ടുമായിരുന്നു. ഇനി ഇപ്പോൾ നോക്കുകയാണെങ്കിൽ എവല്യൂഷൻ മോഡൽ 4.53 lakhs അതുപോലെ ഓട്ടോമാറ്റിക് AMT ആണെങ്കിൽ 4.9 lakhs ആണ് വരുന്നത്. 40,000 അടുത്ത് എക്സ്ട്രാ AMTക്ക് വരുന്നുള്ളൂ. ക്ലൈംബർ മോഡലാണെങ്കിൽ 5.15 lakhs ആണ് മാനുവൽ വരുന്നത്. ഇനി ഓട്ടോമാറ്റിക്, അതായത് AMT ആണെന്നുണ്ടെങ്കിൽ 5.61 lakhs ആണ് അതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. മൊത്തത്തിൽ നോക്കുമ്പോൾ പ്രൈസ് വലിയ കുഴപ്പമില്ല. നമ്മൾ ഓട്ടോ കേട്ടനൊക്കെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഓൾമോസ്റ്റ് സിമിലർ ആണ്. കേട്ടൻ പക്ഷേ ബേസിക് വേരിയൻ്റ് ഉള്ളതുകൊണ്ട് 3.5 lakhsന് താഴത്തായിട്ട് എന്താണ് അതിൻ്റെ സ്റ്റാൻഡേർഡ് വേരിയൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനിയിപ്പോൾ അതിൽ ഏറ്റവും ടോപ്പിനാണെങ്കിൽ അത് ഏകദേശം 5.5 lakhsന് അടുത്തൊക്കെ ആയിട്ടാണ് പോകുന്നത്. സോ രണ്ടും വളരെ സിമിലർ ആയിട്ടുള്ള പ്രൈസിംഗ് ആണ്. പക്ഷേ ഓട്ടോ കേട്ടൻ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ കുറച്ച് ഫീച്ചേഴ്സൊക്കെ അതിൻ്റെ അകത്ത് മിസ്സിംഗ് ആണ്. പ്രീമിയം ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഒന്നും അല്ല കിട്ടുന്നത്. പക്ഷേ ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി ആ വണ്ടിയുടെ എഞ്ചിൻ കുറച്ചും കൂടെ ബെറ്റർ ആണ്, കുറച്ചും കൂടെ ഫ്രീ റൈവിംഗ് ആണ്. നമ്മുടെ K10C ഡ്യുവൽ ജെറ്റ് എഞ്ചിനാണ് അതിൻ്റെ അകത്ത് വരുന്നത്. ഓൺ പേപ്പർ പവറൊക്കെ അതിനും 67 bhp ഒക്കെ തന്നെ ഉള്ളൂ. പക്ഷേ ഭയങ്കര ഫ്രീ റൈവിംഗ് ആണ് ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. ഇത് വെച്ച് നമുക്ക് കുറച്ചും കൂടെ ഒരു ഡിസൈൻ ബെറ്റർ ആണ്, ഫീച്ചേഴ്സ് കൂടുതലാണ്, അങ്ങനെയൊക്കെ ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും എടുക്കാൻ പറ്റിയ വണ്ടിയാണ് ഇത്. പക്ഷേ ഇപ്പോൾ ആൾക്കാർ പൊതുവേ ഈ വണ്ടി കൺസിഡർ ചെയ്യുന്നത് കുറച്ച് കുറവാണ്. K10 വരെ അതിൻ്റെ സെയിൽസും കുറഞ്ഞിട്ടുണ്ട്. 10,000-ന് താഴെ ഇപ്പോൾ കിട്ടുന്നുള്ളൂ. പണ്ടൊക്കെ ഓൾട്ടോ എന്ന് പറഞ്ഞാൽ 20,000-ന് മുകളിൽ സെയിലുള്ള വണ്ടിയായിരുന്നു. ഏതായാലും ഇനി ഞാൻ പറഞ്ഞ മറ്റേ സാധനം കാണിച്ചു തരാം. നമ്മുടെ ഇവിടെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന വണ്ടി. സോ ഡാഷയുടെ പുതിയ സ്പ്രിങ് EV ആണ് അവരിവിടെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതും ഡാഷയുടെ വണ്ടി തന്നെയാണ്, ഇലക്ട്രിക് ആണിത്. അതുകൊണ്ടായിരിക്കണം അവരിതിപ്പോൾ ഇറക്കാതിരുന്നത്. ജസ്റ്റ് പെട്രോളിൽ അപ്ഡേറ്റ് കൊടുക്കാനായിരിക്കണം അവർ ഉദ്ദേശിച്ചത്. എന്തായാലും ഈ വണ്ടി ഇപ്പോൾ ഇറക്കിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഡിഫറൻസ് ഉണ്ടായിരുന്നു, ഡിസൈൻ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു. നിങ്ങളുടെ പേഴ്സണൽ പ്രിഫറൻസ് ആണ്. പക്ഷേ സ്റ്റിൽ ഇപ്പോൾ ഉള്ള വണ്ടിയിലും കുറച്ചുകൂടെ വ്യത്യാസം ഉണ്ടായിരുന്നു. അറ്റ്ലീസ്റ്റ് ഇൻറ്റീരിയർ ആണെങ്കിലും കുറച്ചും കൂടെ ബെറ്റർ ആയിരുന്നു. അങ്ങനെ മൊത്തത്തിൽ വ്യത്യാസമുള്ളൊരു വണ്ടിയായിരുന്നു. പക്ഷേ ഏതായാലും അത് നമുക്കിവിടെ കിട്ടിയില്ല. ഇനി അടുത്ത വർഷമെങ്കിലും ഇതിൻ്റെ ഒരു ഇലക്ട്രിക് മോഡലായിട്ട് നമുക്ക് ക്വിഡ് EV പോലെ അവർ ഇവിടെ കൊണ്ടുവന്നിരുന്നത് നല്ലതായിരുന്നു. ഇതിൻ്റെ ബാറ്ററി പാക്കും സംഭവങ്ങളൊക്കെ അത്യാവശ്യം നൈസാണ്. പ്രൈസിങ് ആയിരിക്കും ചിലപ്പോൾ പ്രശ്നം. അവർക്ക് ഒരു 8 ലക്ഷം രൂപയ്ക്ക് ഇതിന് പ്രൈസ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ ആരും വാങ്ങില്ലല്ലോ. എനിവേ ഗൈസ്, എന്താണ് നിങ്ങൾക്ക് ഈ വണ്ടിയെ പറ്റിയുള്ള അഭിപ്രായം എന്ന് ഉറപ്പായിട്ടും താഴെ കമൻസിൽ പറഞ്ഞേക്കാം. നിങ്ങളൊരു ബഡ്ജറ്റ് വാഹനം ഇനി വാങ്ങുമോ അതോ കുറച്ചും കൂടെ പ്രൈസ് കൂട്ടിയിട്ട് വാഗണാർ അല്ലേ അങ്ങനത്തെ എന്തെങ്കിലും വണ്ടികളായിരിക്കും കൺസിഡർ ചെയ്യുക എന്നും കൂടെ പറയാം. പിന്നെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സസറീസ് ക്ലീൻ പ്രൊഡക്ട്സ് ഒക്കെ ആണെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലെ പ്രൊഡക്ട്സ് ഒക്കെ ഉറപ്പായിട്ടും ചെക്കൗട്ട് ചെയ്തേക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്കും സബ്സ്ക്രൈബും ഷെയർ ഒക്കെ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.